യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയക്കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോവിൻ്റെ മകൾ ആദ, ഹിവ്യനായ സിബയോൻ്റെ മകളായ അന്നയുടെ മകൾ ഒഹൊലീബാമ എന്നീ കനാന്യകന്യകമാരെയും ഇശ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബാസ്മത്തിനെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. ആദ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസ്മത്ത് രെയൂവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമ യെയൂഷിനെയും യാലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കാനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കാനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സമീപത്തു നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വയ്യാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വായിച്ചുകൂടാതിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള ഏശാവ് സേയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സേയീർ പർവ്വതത്തിലുള്ള ഏദോമിന്റെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകളിവ. ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസ്മത്തിൻ്റെ മകൻ രെയൂവേൽ. എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗദ്ദാം, കെനസ്, തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനെ അമാലോക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യമാരായ ആദയുടെ പുത്രന്മാർ. രെയൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസ്മത്തിൻ്റെ പുത്രന്മാർ. സിബയോൻ്റെ മകളായ അന്നയുടെ മകൾ ഒഹൊലീബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിന് യെയൂഷ്, യാലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിൽ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിൻ്റെ ആദിജാതവൻ എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സേഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമാലോക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദയുടെ പുത്രന്മാർ. ഏശാവിൻ്റെ മകനായ രെയൂവേലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രെയൂവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിൻ്റെ ഭാര്യയായ ബാസ്മത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യെയൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അന്നയുടെ മകളായ ഏശാവിൻ്റെ ഭാര്യയായ ഒഹൊലീബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്നും ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹോരിനായി സേയീറിൻ്റെ പുത്രന്മാരായി ദേശത്തിൻ്റെ പൂർവ്വനിവാസികളായ അവർ ആരെന്നാൽ ലോതാൻ, ഷേബാൽ, സിബയോൻ, ആന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീറിൻ്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമുമായിരുന്നു. ലോതാൻ്റെ സഹോദരി തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, എബാൽ, ഷെഫോം, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോൻ്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടറുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിൻ്റെ മക്കൾ ഇവർ ദീശോനും അനോവിൻ്റെ മകൾ ഒഹൊലീബാമയുമായിരുന്നു. ദീശോൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഹെംദോൻ, എഷ്ബാൻ, ഇത്രാൻ, കേരാൻ. യസേരിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസും ആരാനുമായിരുന്നു. ഹോര് പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാൻ പ്രഭു, ഷോബേൽ പ്രഭു, ഫിബയോൻ പ്രഭു, അന പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയീർ ദേശത്ത് വാണ ഹോര്യ പ്രഭുക്കന്മാരായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവൻ്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബോസ്രക്കാരനായ സേരയിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ചതിന് ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി. ഹൂഷാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ചു. ബേദദിൻ്റെ മക്കൾ ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിൽ അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം അവൻ്റെ പട്ടണത്തിൽ അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹബോത്ത് പട്ടണക്കാരായ ഷൗൽ അവന് പകരം രാജാവായി. ഷൗൽ മരിച്ച ശേഷം അക്ബോറിൻ്റെ മകനായ ബൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോറിൻ്റെ മകനായ ബൽഹാനാൻ മരിച്ച ശേഷം ഹദാർ അവന് പകരം രാജാവായി. അവർക്ക് പട്ടണത്തിന് പാവു എന്നു പേർ. അവൻ്റെ ഭാര്യയ്ക്ക് മഹദബേൽ എന്നു പേർ.
അവൾ മോസഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകളായിരുന്നു. വംശമായും ദേശമായും പേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, യദേത് പ്രഭു, ഓഹലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും ദേശത്തും വാസസ്ഥലങ്ങളിലുമാണ് ഏദോമ്യ പ്രഭുക്കന്മാർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.